വെരി ഗുഡ്. ഓക്കെ, നൗ നമുക്ക് ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് പോവാം. ലെഫ്റ്റ് ഇതുപോലെ തന്നെ റൈറ്റ് പോലെ തന്നെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഞാനിത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, പ്രാക്ടീസ് ആണ്. നിങ്ങളുടെ ഒരു ഇതായിട്ട് എടുത്താൽ മതി, പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. റൈറ്റ് പോലെ തന്നെയാണ് ലെഫ്റ്റ്, നത്തിങ് എൽസ്. ഓക്കെ, ഞാൻ ഇപ്പൊ ഇതിൽ ലെഫ്റ്റ് എടുത്ത് എന്താണ്, ഒരു 8 ക്യാരക്ടർ മാത്രം എടുത്താണ്. ഇതിനകത്ത് യൂസ് ബി എന്ന് എടുത്തു, ഇതിനകത്ത് 8 ക്യാരക്ടർ എടുത്തു. ഓക്കെ, ഇതിനൊരു നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ആയിട്ട് മാത്രം എടുത്താൽ. ഇനി അടുത്ത ഇതിലേക്ക് പോകുന്നു. ഈസ് നമ്പർ, ഇത് നമ്പർ ആണോ അല്ലേ? ഉദാഹരണത്തിന് ഈ 657 ഇവിടെ പറയുന്നു നമ്പർ ആണെന്ന്, ഇവിടെ 657 നമ്പർ അല്ല എന്നും പറയുന്നു. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്ത സംഗതി എന്താണെന്ന് വെച്ചാൽ ഈസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, ഇത് 657 ആണ്, ഇത് 657 ആണ്, എന്തുകൊണ്ട് ഇത് നമ്പർ അല്ല? ഇതിനെ ഞാൻ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് അനോട്ടിന്റെ കളറ് ഞാനൊന്ന് മാറ്റട്ടെ. ഇവിടെ കണ്ടോ, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എക്സ്ട്രാ സംഗതി. ഓക്കെ, ഒരു അപ്പോസ്ട്രോഫി, സിംഗിൾ അപ്പോസ്ട്രോഫി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അതിന് ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യില്ല ഈ ഏരിയയില് നിങ്ങൾക്ക്. പിന്നെ ഞാനിപ്പോ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ എറർ, ഇഗ്നോർ എറർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ കാണുന്നത്, 657 ആണ്. പക്ഷെ ഇവിടെ ഈസ് നമ്പർ എന്ന് ചോദിച്ചപ്പോൾ ട്രൂ ആണ്, ഇവിടെ ഈസ് നമ്പർ എന്ന് ചോദിച്ചപ്പോൾ ഫാൾസ് ആണ്. അതിനുപയോഗിച്ചതാണ് ഞാൻ ഈസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ആയിട്ട്, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സംഗതിയാണ്. എങ്ങനെ ഒരു ചെറിയ ഇക്വേഷൻ എഴുതാൻ ഞാൻ മറ്റൊരു കാണിച്ചു തന്നു. ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നവർ ഒന്ന് പറഞ്ഞേ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന്. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി അവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വാട്ട് അബൌട്ട് ഷാനവാസ്, അബ്ദുൽ ബാസിർ? ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വാട്ട് അബൌട്ട് റഷീദ് ഖാൻ? അത്രേ ഉള്ളൂ. അതെ അതെ അതെ, മറ്റേ പോലെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഇക്വേഷൻ ആണ് നോട്ട്. ഇവിടെ നോട്ട് എന്ന് വെച്ചപ്പോ 280, 25.65, 25.64, ഇത് 12.75, 12.75. ഇത് രണ്ടും സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ ഇത് രണ്ടും സെയിം അല്ലേ എന്നാണ്, ഈസ് നോട്ട് സെയിം. അപ്പൊ ഇത് രണ്ടും സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ വരും. സെയിം ആണെങ്കിലോ ഫാൾസ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ശരിക്കും നമുക്ക് സെയിം ആണെങ്കിൽ ട്രൂ വരണം, സെയിം അല്ലെങ്കിൽ ഫാൾസ് വരണം. അതാണ് ശരിക്കും നമുക്ക് ശരിക്കും യഥാർത്ഥ ലോജിക്ക്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്നും കൂടി നോട്ട് എക്സ്ട്രാ കൊടുത്താൽ മതി. കേട്ടോ, നോട്ട് ഇട്ടിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, അപ്പൊ നോട്ടിന്റെ അകത്തൊരു നോട്ട് കണ്ടോ. അപ്പൊ ഇനി മേലോട്ട് നോക്കി, ഇപ്പൊ ഇത് സെയിം അല്ല, ഫാൾസ് ആണ്. ഇത് സെയിം ആണെങ്കിൽ ട്രൂ. ഇനിയിപ്പോ നമുക്ക് ഒന്നും കൂടി വേറൊരു ഇതുണ്ടാക്കാം, 14, ഇത് 14. ഓക്കെ, അപ്പോ ഇതും ട്രൂ ആണ്, കറക്റ്റ് ആണ്. ഇനി നമുക്കിത് 14, ഇത് 15. അപ്പൊ ഇതെങ്ങനെയാണ്, ഫാൾസ് ആണ്. കണ്ടോ, അപ്പൊ ഇത് സെയിം അല്ല. ഇപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്തത്, ഇവിടെ നോട്ടിന്റെ അകത്തൊരു നോട്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതാണ് പിന്നെ നെസ്റ്റഡ് ഫംഗ്ഷൻ. എന്നുവെച്ചാൽ ഒരു ഒന്നിന്റെ അകത്ത് വേറൊന്നും കൂടി വരുന്നതിനെ നെസ്റ്റഡ് ഫംഗ്ഷൻ പറയും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയോ? ഇത് സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും ഞാൻ ഇപ്പൊ രണ്ട് വാല്യൂ സെയിം ആണോ? ഉദാഹരണത്തിന് ഇവിടെ കുറെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് വേറെ ഏതെങ്കിലും ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോ രണ്ട് വാല്യൂ കറക്റ്റ് ആയിട്ടാണോ വരുന്നത് നമുക്ക് നോക്കണം.
ഇപ്പൊ ഇവിടെ നമുക്ക് പിന്നെ ഒരു പ്രോഗ്രാം എന്നുള്ള കുറെ വാല്യൂ ഉണ്ട്. ഉദാഹരണത്തിന് ഓരോ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. അതിൽ സാപ്പ്, CRM, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ആ പ്രോഗ്രാംസ് എന്നുള്ള നമുക്കൊരു വാല്യൂ മൊത്തം അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് ഇവിടെ ഇപ്പുറത്ത് നമ്മൾ എക്സലിൽ നമുക്ക് ഡാറ്റ ഉണ്ടാവും. അതും എക്സലിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ അത് പേസ്റ്റ് ചെയ്തു. അപ്പൊ രണ്ടും ഏകദേശം ഒരുപോലെ ആവണം, അല്ലെങ്കിൽ ഒന്നാവണം കറക്റ്റ് ആയിട്ട്. അത് കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നോട്ട്, പിന്നെ നെസ്റ്റഡ് നോട്ട്, എന്നിട്ട് A8 ഈക്വൽ ടു C8. ഈ A8ഉം C8ഉം കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, സെയിം റോയിലുള്ള രണ്ട് വാല്യൂ സെയിം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആണോ അല്ലേ? എന്തിനാന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? അതെ അതെ. ഇനിയിപ്പോ എങ്ങനെയാന്നുള്ളത് മനസ്സിലായോ? എങ്ങനെ ചെയ്യണം എന്നുള്ളത്? ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് ഒരു നോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആദ്യം ഒരു നോട്ട് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിച്ചു. അപ്പോ ഇതിന് നേരെ ഓപ്പോസിറ്റാ വരിക, കണ്ടോ? ഇപ്പൊ നോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പം ഇത് രണ്ടും സെയിം അല്ലെങ്കിൽ ട്രൂ എന്ന് വരും, സെയിം ആണെങ്കിൽ ഫാൾസും വരും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ നെസ്റ്റഡ് നോട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. നോട്ട് ഒന്നും കൂടെ ഒരു നോട്ട് ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ ട്രൂ ഉള്ളൂ. കണ്ടോ? ഇത് രണ്ടും സെയിം ആണ്, കണ്ട? ഇത് രണ്ടും സെയിം അല്ല. ഓക്കെ ഓക്കെ.